എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിക്കൊണ്ട് 2026 മാർച്ചിൽ സുപ്രീം കോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത് ആരുടെ അപേക്ഷയിലാണ്? ഹരീഷ് റാണയുടെ അപേക്ഷയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിക്കൊണ്ട് 2026 മാർച്ചിൽ സുപ്രീം കോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചത്. നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനമാണ്. നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം. കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? കെ.ജി. സനൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. അന്താരാഷ്ട്ര ഗ്രാഫീൻ സമ്മേളനമായ ഗ്രാഫീൻ 2026 വേദിയാകുന്ന നഗരം? കൊച്ചിയാണ്. അന്താരാഷ്ട്ര ഗ്രാഫീൻ സമ്മേളനമായ ഗ്രാഫീൻ 2026 വേദിയാകുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ സംവിധാനം നിലവിൽ വന്ന നഗരം? ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റിംഗ് മെട്രോ സംവിധാനം നിലവിൽ വന്ന നഗരം. പ്രമുഖ കോൺഗ്രസ് നേതാവും കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവലിൻ്റെ പേര് എന്താണ്? നിയോഗമാണ് രമേശ് ചെന്നിത്തല രചിച്ച ആദ്യ നോവൽ. 2026 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യയാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി ഏത്? സമാശ്വാസമാണ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ ആരംഭിച്ച ശാക്തീകരണ പദ്ധതി. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി മറൈൻ ഡ്രൈവിലാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. NSO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം ഏത്? കേരളമാണ്. NSO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം. ഹൃദ്യം സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള കുട്ടികൾക്കാണ്? നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ഹൃദ്യം സൗജന്യ ഹൃദയ ശസ്ത്രക്രിയാ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ധാരണയിലെത്തിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ലോകാരോഗ്യ സംഘടനയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ധാരണയിലെത്തിയ അന്താരാഷ്ട്ര സംഘടന. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടിംഗ് ശതമാനം എത്ര? 78.26 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ആകെ വോട്ടിംഗ് ശതമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ. ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് ഇന്ത്യയിലാദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എവിടെയാണ്? ഗുജറാത്തിലെ അങ്കലേശ്വറിലാണ് ഉപേക്ഷിക്കപ്പെട്ട എണ്ണ പ്രകൃതിവാതക കിണറുകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് ഇന്ത്യയിലാദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ഏതാണ്? കങ്കാരിയ കോച്ചിംഗ് ഡിപ്പോ അഹമ്മദാബാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ.
ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ലഡാക്ക്. ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? കർണാടക. കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിക്കുന്ന സംസ്ഥാനം? ഒഡീഷ. ഒഡീഷയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ നാവികസേന വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത മൂന്നാമത്തെ ന്യൂക്ലിയർ പവേഡ് ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിതമൻ. INS അരിതമനാണ് ഇന്ത്യയുടെ നാവികസേന വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത മൂന്നാമത്തെ ന്യൂക്ലിയർ പവേഡ് ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ഏത് വർഷങ്ങളിലാണ് നടക്കുന്നത്? 2026-27 വർഷങ്ങളിൽ. 2026-27 വർഷങ്ങളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടക്കുന്നത്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭ പ്രസിഡന്റ് ആരാണ്? അന്നലീന ബെയർബോക്ക്. അന്നലീന ബെയർബോക്കാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭ പ്രസിഡന്റ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം? ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ അഥവാ വെർട്ടിപോർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ദുബായ്. ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ അഥവാ വെർട്ടിപോർട്ട് നിലവിൽ വന്നത്. ലോക ചരിത്രത്തിൽ 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ പ്രഥമ വനിതയായ ഏക വ്യക്തി ആരാണ്? ഗ്രാസ മാർഷൽ. ഗ്രാസ മാർഷലാണ് ലോക ചരിത്രത്തിൽ 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ പ്രഥമ വനിതയായ ഏക വ്യക്തി. നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമായി WHO ആദ്യമായി അംഗീകാരം നൽകിയ മലേറിയ മരുന്ന് ഏത്? ആർടെമെതർ ലൂമെഫാൻട്രിൻ. ആർടെമെതർ ലൂമെഫാൻട്രിനാണ് നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമായി WHO ആദ്യമായി അംഗീകാരം നൽകിയ മലേറിയ മരുന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂമികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂമികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സി ഏത്? ശൂന്യ. ശൂന്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സി. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ CBI പുറത്തിറക്കിയ AI ചാറ്റ്ബോട്ടിൻ്റെ പേര് എന്താണ്? അഭയ്. അഭയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI പുറത്തിറക്കുന്ന AI ചാറ്റ്ബോട്ട്. 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ലാസ്ലോ ക്രാസ്നഹർക്കി. ലാസ്ലോ ക്രാസ്നഹർക്കിക്കാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൊവീറ്റ്. ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹൊവീറ്റിനുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമു കിറ്റഗാവയ്ക്കും റിച്ചാർഡ് റോബ്സണിനും ഒമർ യാഗിക്കുമാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കൽ H. ഡെവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. ജോൺ ക്ലാർക്കിനും മൈക്കൽ H. ഡെവോറൈറ്റിനും ജോൺ M. മാർട്ടിനസിനുമാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി. മേരി ഇ ബ്രാങ്കോയ്ക്കും
ഫ്രെഡ് റാംസ്റ്റലിനും ഷിമോൺ സകാഗുച്ചിക്കുമാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് PS ശ്രീധരൻപിള്ളയ്ക്കാണ് തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത്. 2026 ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും വനിതകൾക്ക് മാത്രമായി നൽകപ്പെടുന്ന പരിസ്ഥിതി പുരസ്കാരം ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരമാണ് 2026 ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും വനിതകൾക്ക് മാത്രമായി നൽകപ്പെടുന്ന പരിസ്ഥിതി പുരസ്കാരം. കാർഷിക മേഖലയിലെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് കരസ്ഥമാക്കിയത് ആര്? ഡോക്ടർ CH ശ്രീനിവാസ റാവു ആണ് കാർഷിക മേഖലയിലെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് കരസ്ഥമാക്കിയത്. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ മലയാളം നോവലിസ്റ്റ് R രാജശ്രീയാണ് 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ മലയാളം നോവലിസ്റ്റ്. 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആര്? VD സതീശനാണ് 16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. കേരള നിയമസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത് ആരാണ്? പിണറായി വിജയനാണ് കേരള നിയമസഭയിലെ പുതിയ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത്. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഇഷാങ് സിംഗ് ആണ് 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആര്? വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം പറവൂരാണ് കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം. കേരളത്തിന്റെ എത്രാമത് മുഖ്യമന്ത്രിയാണ് VD സതീശൻ? 24. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് VD സതീശൻ? 13. കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് VD സതീശൻ. കേരള ചരിത്രത്തിലെ എത്രാമത്തെ തിരഞ്ഞെടുപ്പാണ് 2026 നടന്നത്? 17. കേരള ചരിത്രത്തിലെ 17ാമത്തെ തിരഞ്ഞെടുപ്പാണ് 2026 നടന്നത്. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9-നാണ് 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം? 2026 മെയ് 18. 2026 മെയ് 18-നാണ് 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം ഏതാണ്? തിരൂരാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം? എറണാകുളമാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? വയനാടാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എത്രയാണ്? 85,327. 85,327 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ച അംഗം? സി രവീന്ദ്രനാഥാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ച അംഗം. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്.
ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായരാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ശാസ്താംപാറ. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ലോക നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോട്. കോഴിക്കോടാണ് ലോക നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. OJ ജനീഷാണ് നിലവിലെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി K മുരളീധരൻ. K മുരളീധരനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. കേരള തുറമുഖ വകുപ്പ് മന്ത്രി VD സതീശൻ. VD സതീശനാണ് കേരള തുറമുഖ വകുപ്പ് മന്ത്രി. കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിനാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലം ജില്ല. കൊല്ലം ജില്ലയാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷനാണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിലുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ആരോഗ്യ കിരണം. ആരോഗ്യ കിരണമാണ്
18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? കെ സ്മാർട്ട് പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ്? തിരുവനന്തപുരം നോർത്ത് എന്നാണ് 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖം വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആര്? ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി. എവറസ്റ്റ് കീഴടക്കിയ 3-ാമത്തെ മലയാളി വനിത? സുഹറ സിറാജാണ് എവറസ്റ്റ് കീഴടക്കിയ 3-ാമത്തെ മലയാളി വനിത. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം? ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? കെ.ജി. ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ? MSC ക്ലോഡ് ഗിറാർഡറ്റ് ആണ് 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? വാരണാസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി? ഇനി ഞാൻ ഒഴുകട്ടെയാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി? ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി. 2032 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി? ബ്രിസ്ബേൻ ആണ് 2032 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി? ഫ്രാൻസ് ആണ്
2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2026 48 49ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസാണ്. 2026 48 49ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31ന്റെ വേദി അന്റാലിയാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31ന്റെ വേദി. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP സുധീരക്കാണ്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വൈക്കം രാമചന്ദ്രനാണ് 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP ശങ്കരനാണ് 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളക്കാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? R രാജശ്രീക്കാണ് 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗപ്രസാദിന്റെ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി മോഹൻലാലാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്ക് കലയ്ക്കും വെള്ളാപ്പള്ളി നടേശന് പൊതുപ്രവർത്തനത്തിനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ AE മുത്തുനായകം,
കൊല്ലക്കയിൽ ദേവകിയമ്മ കലാമണ്ഡലം വിമലാമേനോൻ. AE മുത്തുനായകത്തിന് ശാസ്ത്ര സാങ്കേതികത്തിനും കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതിക്കും കലാമണ്ഡലം വിമലാമേനോന് കലയ്ക്കുമാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായും KT തോമസിന് നിയമരംഗത്തും P നാരായണന് പൊതുപ്രവർത്തനം, വിദ്യാഭ്യാസം എന്നീ രംഗത്തുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? S ഹരീഷ്. S ഹരീഷിനാണ് 18ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ. ബിശ്വനാഥ് സിൻഹയാണ് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെന്നാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. V രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഖിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന ഖിദൂർ പക്ഷി സങ്കേതം. കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ജനനി. ജനനിയാണ് ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അടുത്തിടെ അർഹയായ മലയാളികൾ ആരൊക്കെ? VS മഞ്ജുമോൾ, മേജർ ജനറൽ PV ലിസമ്മ, ദീപ ബിജു. VS മഞ്ജുമോളും മേജർ ജനറൽ PV ലിസമ്മ, ദീപ ബിജു എന്നിവരാണ് ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അടുത്തിടെ അർഹരായ മലയാളികൾ. കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര്? 4 ടിപ്സ് ഫ്രെയിംവർക്ക്. 4 ടിപ്സ് ഫ്രെയിംവർക്കാണ് കുട്ടികളിലെ ടൈപ്പ് 1 പ്രമേഹം നേരത്തെ കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമിടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര്. RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടലിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ നിയമപരമായ അവകാശികളെ സഹായിക്കാൻ. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താനും
നിയമപരമായ അവകാശികളെ സഹായിക്കാനുമാണ് RBI തയ്യാറാക്കിയ ഉദ്ഗം പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് സുരേഷ് സാംചാണ്ടിയാണ് 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് എവിടെയാണ്? സ്വരാജ് ദ്വീപ്. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ എവിടെയാണ് സ്ഥാപിച്ചത്? ഭോപ്പാലിലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത്. 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്? ask.com ആണ് 30 വർഷത്തെ സേവനത്തിനൊടുവിൽ 2026 മെയ് 1 ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ച ആദ്യകാല ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലിന്റെ പേര് എന്താണ്? INS മഹേന്ദ്രഗിരിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പൽ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏതു താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി? പ്രിയദർശിനിയാണ് കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? തെലുങ്കാനയാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? എയിംസ്. ന്യൂഡൽഹിയിലെ എയിംസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി. ഹാൻഡ വൈറസിലെ ഏത് വകഭേദമാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്? ആൻഡീസ് ആണ് ഹാൻഡ വൈറസിലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന വകഭേദം. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടത്. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? പിണറായി വിജയനാണ് 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? പാത്ത്ഫൈൻഡർ ആണ് 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹത്തിന്റെ പേര്. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ എത്രയായി ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്? 37. കേന്ദ്ര മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 37 ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കുന്നതിനായി NCERT അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? പ്രശസ്ത് 2.0 സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കുന്നതിനായി NCERT അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? സ്വസ്ഥ് ഭാരത് പോർട്ടലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ.
ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി വൺ കേസ് വൺ ഡാറ്റ. വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ സിംഗപ്പൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം. കേരള മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന്റെ പുതിയ പുസ്തകത്തിന്റെ പേര് എന്താണ്? ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകമാണ് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പുതിയ പുസ്തകം. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? ഇൻഡോറാണ്. 2026 ജൂണിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? പലാമു ടൈഗർ റിസർവ്. ജാർഖണ്ഡിലെ പലാമു ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏത്? വർക്കലയാണ്. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? വിക്രോളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽവേ തുരങ്കം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? 18 നക്ഷത്രങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ ഉള്ളത്. ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പിട്ടത്? നെതർലാൻഡ്സുമായാണ്. ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ അടുത്തിടെ സഹകരണ കരാറിൽ ഒപ്പിട്ടത്. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനു വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. ആദ്യ AI വകുപ്പ് മന്ത്രി ആരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യ AI വകുപ്പ് മന്ത്രി. 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏതെല്ലാമാണ്? പ്രഗതിയും വികാസുമാണ് 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചത്. 2026 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ഗോദാർഡ് ആസ്ട്രോണറ്റിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ 3 ആണ് ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏത്? ദീപാവലിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്?
സർവീസസ് ആണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ജമ്മു ആൻഡ് കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി ഏത് പേരിൽ അറിയപ്പെടുന്നു? സേവാതീർത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പുതിയ പേര്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര് ലോക്ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പുതിയ പേര്. 2025-ലെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് 2025-ലെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. കേരളത്തിലാദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ് കേരളത്തിലാദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ആണ് 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരെല്ലാം? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. നിലവിലെ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിലെ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി. മണ്ഡലം മലപ്പുറം. നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണാണ് നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി. മണ്ഡലം തിരുവനന്തപുരം. നിലവിലെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ. മണ്ഡലം വട്ടിയൂർക്കാവ്. നിലവിലെ കേരള വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ് നിലവിലെ കേരള വൈദ്യുത വകുപ്പ് മന്ത്രി. മണ്ഡലം പേരാവൂർ. നിലവിലെ കേരള വനം നൈപുണ്യ വികസനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണാണ് നിലവിലെ കേരള വനം നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി. മണ്ഡലം ചവറ. നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. മണ്ഡലം കുണ്ടറ. PC വിഷ്ണുനാഥാണ് നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. മണ്ഡലം ഏറനാട്. PK ബഷീറാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരള ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരനാണ് കേരള ദേവസ്വം വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. മണ്ഡലം വേങ്ങര. KM ഷാജിയാണ് കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരള പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ് കേരള പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. കേരള റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. മണ്ഡലം വണ്ടൂർ. AP അനിൽകുമാറാണ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി. നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. കേരള കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ്. മണ്ഡലം കൽപ്പറ്റ. T സിദ്ദിഖാണ് കേരള കൃഷി വകുപ്പ് മന്ത്രി. കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. മണ്ഡലം കൊല്ലം. ബിന്ദു കൃഷ്ണയാണ് കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. മണ്ഡലം കൊടുങ്ങല്ലൂർ. OJ ജനീഷാണ് കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണാണ് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മണ്ഡലം അങ്കമാലി. കേരള പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. മണ്ഡലം കോങ്ങാട്. KA തുളസിയാണ്
കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മണ്ഡലം കളമശ്ശേരി. വി അബ്ദുൽ ഗഫൂറാണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലം അരൂർ. ഷാനിമോൾ ഉസ്മാനാണ് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ. മണ്ഡലം അമ്പലപ്പുഴ. ജി സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ. കെ എൻ ഹരിലാലാണ് 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയാണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവ് കുമാർ. എസ് രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ.